ദിവസം തീരുമാനിച്ചു, ഈ പൗരോഹിത്യത്തിന്റെ ചങ്ങലക്കെട്ടുകൾ പൊട്ടിച്ചെറിഞ്ഞുകൊണ്ട് യഥാർത്ഥ തൗഹീദിന്റെ മാർഗത്തിലേക്ക് തിരിച്ചു വരാൻ ഞാൻ തീരുമാനിച്ചു. അങ്ങനെയാണ് ഇന്ന് അല്ലാഹുവിന്റെ അനുഗ്രഹത്താൽ ഈ വേദിയെ ഞാൻ അഭിസംബോധന ചെയ്യുന്നത്. വളരെ ഖേദകരമെന്ന് പറയട്ടെ, വളരെ വേദനയോടുകൂടി പറയട്ടെ, ഞങ്ങൾ മന്നാനിയ ദക്ഷിണ കേരള ജംഇയ്യത്തുൽ ഉലമയുടെ സ്ഥാപനമായ മന്നാനിയ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയിൽ പഠിച്ച് പഠനം പൂർത്തിയാക്കിയ വിദ്യാർത്ഥികളാണ് ഞാനും, അതുപോലെ ഹുസൈൻ മൗലവിയും ഹസൻ മൗലവിയും. ഇന്ന് ഞങ്ങളെ വേദനിപ്പിക്കുന്ന ഒരു പ്രസ്താവനയാണ് ഇന്ന് ഇപ്പോൾ കൊല്ലത്ത് നിന്നും വിളിച്ചു പറഞ്ഞത്. ഇന്ന് പുറത്തിറങ്ങിയ അന്നസീം ഉൾപ്പെടെയുള്ള ചില പത്രങ്ങളിൽ ഞങ്ങളുടെ സർട്ടിഫിക്കറ്റ് റദ്ദ് ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് തൊടിയൂർ മുഹമ്മദ് കുഞ്ഞു മൗലവി ഇന്ന് പ്രസ്താവന നടത്തിയിരിക്കുകയാണ്. പ്രിയമുള്ള സഹോദരന്മാരെ, സത്യം സത്യമായിട്ട് തുറന്നു പറഞ്ഞതിന്റെ പേരിൽ സർട്ടിഫിക്കറ്റുകൾ റദ്ദ് ചെയ്താലോ അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റുകൾ തടഞ്ഞു വെച്ചാലോ അതേ പണ്ഡിതന്മാര് പഠിപ്പിച്ച, അവര് ഞങ്ങൾക്ക് ഓതിത്തന്ന, അവര് ഞങ്ങളുടെ ചെവിയിലേക്ക് ഇട്ടുതന്ന ആദർശം ഞങ്ങൾ മരണത്തിന്റെ അവസാന മുഹൂർത്തം വരെയും ഉയർത്തിപ്പിടിക്കുമെന്നാണ് മഹാന്മാരായ പണ്ഡിതന്മാരോട്, ഉസ്താദുമാരോട് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഞങ്ങൾ കയ്യിൽ നിന്നൊന്നുമല്ല പറയുന്നത്. അവര് പഠിപ്പിച്ച കാര്യങ്ങളാണ് ഞങ്ങൾ ഇന്നേറ്റു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവര് പറഞ്ഞു തന്ന കാര്യങ്ങളാണ് ഞങ്ങൾ ഇന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവരോട് മുജാഹിദ് പ്രസ്ഥാനത്തിലേക്ക് കടന്നു വന്നപ്പോൾ ഈ പറയപ്പെട്ട പണ്ഡിതന്മാരെല്ലാം ഞങ്ങളെ വിളിപ്പിച്ചു. എല്ലാവരും വിളിപ്പിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ ഈ പ്രസ്ഥാനത്തിൽ നിന്നും പിന്മാറണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, സദസ്സിൽ സുലൈമാൻ ഉസ്താദ് ഈ പണ്ഡിതന്മാരുടെ സാന്നിധ്യത്തിൽ ഇത് പറഞ്ഞപ്പോൾ തെളിവ് നിരത്താൻ കഴിഞ്ഞില്ല. തെളിവുണ്ടോ? അപ്പോൾ ഈ പറയപ്പെട്ട തൊടിയൂർ മുഹമ്മദ് കുഞ്ഞു മൗലവി ഉൾപ്പെടെയുള്ള പണ്ഡിതന്മാര് പറഞ്ഞത് അതൊക്കെയാണ് ശരി. പക്ഷേ നീ തൗഹീദ് പറഞ്ഞോ, നിങ്ങൾ തൗഹീദ് പറഞ്ഞോ, പക്ഷേ മുജാഹിദിന്റെ വേദിയിൽ പ്രത്യക്ഷപ്പെടരുത് എന്ന് പറഞ്ഞു.